പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കവിത എഴുതിയിരിക്കുന്നത് 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സുറിയാനി സഭാപിതാവായ മോർ എഫ്രേമാണ്. അതിനുശേഷം ശ്രദ്ധേയമായി എഴുതിയിരിക്കുന്നത് മോർ യാക്കോബാണ്. മോർ യാക്കോബ് ഗാഗുൽത്തായും കന്യകയും അറിയാമും എന്ന ഗീതം എന്ന ആ കവിത എഴുതുന്ന സന്ദർഭത്തിൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിക്കാനിടയായിത്തീർന്നു. മോർ എഫ്രേമിൻ്റെ ഒരു കവിതയിൽ പരിശുദ്ധ ദൈവമാതാവിനെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേച്ചർ ഓഫ് ദ വേൾഡ്, ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ കന്യക മറിയാമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. കന്യമറിയാമിന് ഇന്ന് കാണുന്ന ബാഹ്യമായ നമ്മൾ ഉൾക്കൊള്ളുന്ന സൗന്ദര്യങ്ങൾ കാണാനില്ല. എങ്കിലും പരിശുദ്ധനായ മോർ എഫ്രേം പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേച്ചർ, ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് പരിശുദ്ധ കന്യമറിയാമിനാണെന്ന് പറയുന്നു. ഈ സൗന്ദര്യം എസ്തെറ്റിക് ആയിട്ടുള്ള സൗന്ദര്യമല്ല, നമ്മൾ വിലയിരുത്തുന്ന സൗന്ദര്യം പോലെയല്ല, അഥവാ കോസ്മെറ്റിക്കായ സൗന്ദര്യ വസ്തുക്കൾ കൊണ്ട് വർദ്ധിപ്പിക്കുന്ന സൗന്ദര്യമല്ല. ഈ സൗന്ദര്യം എന്നുകൊണ്ട് ആ പരിശുദ്ധനായ മോർ എഫ്രേം പറയുന്നു, മേരി ഈസ് പ്യുവർ ഇൻ ഹാർട്ട് ആൻഡ് സോൾ. മാതാവിൻ്റെ സൗന്ദര്യം അവിടെയാണ് മോർ എഫ്രേം കണ്ടെത്തുന്നത്. മാതാവ് ഹൃദയത്തിലും ആത്മാവിലും നിർമ്മലതയായിരുന്നു. നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ മാതാവിനെക്കുറിച്ച് സൗന്ദര്യ റാണി എന്ന് പറയുന്നു. മിസ് വേൾഡ്, മിസ് ഇന്ത്യ, മിസ് കേരളയൊക്കെയുള്ള ഈ നാട്ടിൽ നമ്മൾ ഏറ്റവും സൗന്ദര്യമുള്ളതായി കാണുന്നത് മാതാവിനെയാണ്. സൗന്ദര്യ റാണി, മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ. ഈ സൗന്ദര്യം അദ്ദേഹം വീണ്ടും വിശുദ്ധീകരിക്കുന്നുണ്ട്. കറയില്ലാത്ത, സ്റ്റെയിൻലെസ്, കറപ്ഷൻ ഇല്ലാതിരിക്കുക, കറയില്ലാതിരിക്കുന്നതാണ് മറിയത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. വാത്സല്യമുള്ളവരെ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ജീവിത വിശുദ്ധി, ആ സൗന്ദര്യം മനുഷ്യൻ ആർജിക്കുവാനായിട്ട് സാധിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 45-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആശയത്തിന് ഉപോത്ഭകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അവിടെ നാം വായിക്കുന്നു, എൻ മകളെ കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, നീ സ്വജനഗ്രഹങ്ങളെയും പിതൃഭവനങ്ങളെയും വിടുക, രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ മോഹിക്കും. ഈ സംഗീതം നാം കുറച്ചു മുമ്പ് പാടിയതാണ്, നിന്നാട് സ്തുതിയോട് രാജമകൾ എന്ന് പറയുന്ന സങ്കീർത്തനം. ഈ സങ്കീർത്തനം പരിശുദ്ധ മാതാവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സഭയിൽ ആലപിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ പെൺകുട്ടികൾക്ക് സ്നാനം കൊടുക്കുമ്പോൾ 45-ാം സങ്കീർത്തനം 10 മുതൽ ആലപിക്കാറുണ്ട്. ഇവിടെ രാജാവ് സൗന്ദര്യത്തിൽ മോഹിക്കണമെങ്കിൽ, അഴകിൽ ആകർഷണമാകണമെങ്കിൽ നീ കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനങ്ങളെയും പിതൃഭവനങ്ങളെയും ഉപേക്ഷിക്കുക. ബൈബിൾ സൗന്ദര്യത്തെ കാണുന്നത് എല്ലാം ഉപേക്ഷിക്കുന്ന വ്യക്തികളെയാണ് സൗന്ദര്യമുള്ളവരായി കാണുന്നത്. നമ്മൾ കാണുന്ന സൗന്ദര്യ വീക്ഷണമല്ല ബൈബിൾ. ശൗലിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. അവൻ്റെ മുഖത്ത് വലിയ സൗന്ദര്യമില്ല, പ്രത്യേകിച്ച് ക്രീമുകളൊന്നും തേക്കാത്ത വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ ശൗൽ പൊക്കത്തിൽ കുറഞ്ഞനായിരുന്നു. ശൗലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, അവൻ്റെ മുഖമോ പൊക്കമോ, അപ്പിയറൻസ് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ബൈബിൾ സൗന്ദര്യത്തെ വിലയിരുത്തുന്നത് അപ്പിയറൻസിൻ്റെ അടിസ്ഥാനം. എന്നാലോ എല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നവരാണ് സൗന്ദര്യമുള്ളവർ. വിശുദ്ധന്മാരുടെ സദറാ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, സൗന്ദര്യ ശ്രേഷ്ഠനായ മോർഗി വർഗീസേ നീ ഭാഗ്യവാനാകുന്നു. മാതാവിനെ മാത്രമല്ല, യേശുക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ച എല്ലാ ആളുകളെയും സൗന്ദര്യമുള്ളവരായി കാണുകയാണ്.
ഈ സൗന്ദര്യം മാതാവിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒന്നാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ സഭയെ ശുദ്ധവും നിഷ്കളങ്കവും വാട്ടമില്ലാത്തതും കറയില്ലാത്തതും മാലിന്യമാക്കി ദൈവം തേജസ്വിയായി നിർത്തിയിരിക്കുന്നു. സഭ ഏറ്റവും മനോഹരമാണ്, സൗന്ദര്യമുള്ളതാണ്. വെളിപാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ച് അന്തഃപുരത്തിലെ കാന്ത എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സൗന്ദര്യം സഭയുടെ മൊത്തമായ ഒന്നാണ്. ഇന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമുക്കും സൗന്ദര്യമുള്ളവരായിത്തീരാം. അത് ആത്മാവിലും ഹൃദയത്തിലുമുള്ള നിഷ്കളങ്കതയാണ് ആ സൗന്ദര്യം. വിവാഹ ശുശ്രൂഷയിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ സുന്ദരികളിൽ അതിസുന്ദരി എന്നാണ് സഭയെക്കുറിച്ച്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ, സുന്ദരിമാരിൽ അതീവ സുന്ദരി, ഏറ്റവും നല്ല സൗന്ദര്യമുള്ളത് സഭ തന്നെയാണ്. നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാനായി നാം രണ്ടാമത് മധ്യാകാശത്ത് കർത്താവ് എഴുന്നള്ളുമ്പോൾ നാം അദ്ദേഹത്തെ എതിരേൽക്കുവാനായി ചെല്ലുമ്പോൾ സഭ പാടുന്ന പാട്ടിങ്ങനെയാണ്: നാദാ നോക്കുക സുന്ദരി ഞാൻ, എന്നെ ഏറ്റുക മണിയറയിൽ. എത്ര മനോഹരമാണ്! നമ്മുടെ കർത്താവിനെ നാം എതിരേൽക്കുന്നത് സൗന്ദര്യമുള്ളവർ മാത്രമാണ്. നാം കർത്താവിനോട് പറയുകയാണ്: കർത്താവേ, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, എന്നെ നീ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. എന്തൊരു ശ്രേഷ്ഠമാണ് ഇതെല്ലാം! വാത്സല്യമുള്ളവരെ, ഈ സൗന്ദര്യം ജീവിത വിശുദ്ധിയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 9-ാം വാക്യം. ഈ സൗന്ദര്യം ഉണ്ടാകേണ്ടതിന് ബൈബിള് പറയുന്ന ഒരു ഫോർമുല ഇതാണ്. കോസ്മെറ്റിക് അല്ല, സൗന്ദര്യ വസ്തുക്കളല്ല. ബൈബിള് പറയുന്നത് മനുഷ്യ സൗന്ദര്യം ഉണ്ടാകുന്നതിന് 1 യോഹന്നാൻ 2-ാം അധ്യായം 9-ാം വാക്യം: നീ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളെ നിർമ്മലീകരിച്ച് ശുദ്ധീകരിക്കുന്നു. പാപങ്ങളെ ഏറ്റുപറയുകയും പാപത്തോട് വിട പറയുകയും ചെയ്യുന്നവർ നിർമ്മലരും സൗന്ദര്യമുള്ളവരായിത്തീരും. നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം: നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, അവൻ നമ്മളെ സൗന്ദര്യമുള്ളവനാക്കി തീർക്കും. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഏറ്റവും കൂടുതൽ സൗന്ദര്യം കണ്ടെത്തുന്നത് ഗാഗുൽത്തായിലെ ക്രൂശിലാണെന്ന് മോർ അഫ്രൈം പറയുന്നുണ്ട്. ബ്യൂട്ടി സമ്ഡ് അപ്പ് ഓൺ ദ ക്രോസ് ഓഫ് ഗാൽഗറി. സൗന്ദര്യം ഏറ്റവും അതിൻ്റെ മൂർത്തിവദ്ഭാവത്തിൽ കാണുന്നത് കർത്താവിൻ്റെ ക്രൂശിലാണ്. അവിടെ തിന്മകൾ നശിക്കുകയും അവിടെ വിശുദ്ധിയുടെ കർത്താവിൻ്റെ രക്തം വഴിയായി വിശുദ്ധിയായി തീരുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട സൗന്ദര്യം വീണ്ടെടുക്കുന്നതിന് മാതാവ് സൗന്ദര്യശ്രേഷ്ഠനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ ഗാഗുൽത്തായിൽ ക്രൂശിലാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി സ്ഥിതി ചെയ്യുന്നത്. അത് വിശുദ്ധിയുടെ പാപമോചനത്തിൻ്റെ ആണ്. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയെപ്പോലെ ശുദ്ധിമതിയായി തീരുവാൻ, സൗന്ദര്യമുള്ളവരായി തീരുവാൻ, ആത്മാവിലും ശരീരത്തിലും ഹൃദയത്തിലും നിഷ്കളങ്കരായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും. ദൈവമായ കർത്താവ് തൻ്റെ അദൃശ്യമായ വലത്ത് കൈ നീട്ടി നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മുഖാന്തരമായി വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.